എല്ലാവർക്കും നമസ്കാരം. സൂത്രം എന്ന യൂട്യൂബ് ചാനലിലോട്ട് നമ്മൾ ഇത്രയും കാലം നമ്മുടെ യൂട്യൂബ് ചാനൽ പേര് കൊടുത്തിട്ടുണ്ടല്ലേ. ഇന്നിപ്പോൾ സൂത്രം 87 പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് കൊടുക്കാൻ കാരണം എന്നും വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും പുതുമയുള്ള ഒരു വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാകും. അത് ട്രാവലിംഗ് ഉണ്ടാവാം, കുക്കിംഗ് ഉണ്ടാവാം, അതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ടാവാം. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് സിമെൻറ്റും പഴയ തുണിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ലൊരു പോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് ചെടി നടാം, അല്ലെങ്കിൽ മീൻ വളർത്താം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ആദ്യം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ പേപ്പർ വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന മോഡൽ ഞാൻ ഈ ഒരു മോഡലാണ് ചെയ്യുന്നത്. ഇതിന് മുകളിൽ വെച്ച ശേഷം നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ സിമെൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് വെക്കുന്നത് ഇതിന് മുകളിൽ. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് നല്ല വൃത്തി കെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു തുണി പീസ് വേണം. ഒരു പഴയ തുണി മതിയാവും. റൗണ്ട് ഷേപ്പിൽ തന്നെ ഏത് ഷേപ്പിലാണോ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് സിമെൻറ്റ് എടുത്ത് ഇതുപോലെ നല്ല മിക്സാക്കി എടുക്കണം. അധികം ലൂസ് വേണ്ട, കുറച്ച് ടൈറ്റ് ചെയ്യണം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നമ്മളത് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഈ സിമെൻറ്റിൽ കുഴച്ച് വെച്ച് ഈ തുണി ഇതിന് മുകളിൽ വിരിച്ചിടാം. ഇതുപോലെ എല്ലാ സൈഡും ഒരുപോലെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്യണം. ഫുള്ള് എല്ലാ വശങ്ങളും എത്തിക്കണം. പിന്നെ സൈഡൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കാം. നമ്മളിതുപോലെ 1-2 ലെയർ ഇതുപോലെ ചെയ്യണം. ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ചെയ്തു. ഇതുപോലെ 1, 2, 3 തവണ നമ്മളിങ്ങനെ വേറെ വേറെ പീസുകൾ വെച്ചുകൊണ്ടിരിക്കണം. അടുത്തൊരു പീസ് കൂടി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ഏകദേശം ഒരു 5 കിലോ സിമെൻറ്റ് മതിയാവും. മൊത്തം 5 കിലോ സിമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ ചെയ്തെടുക്കാം. 5 കിലോ സിമെൻറ്റും ഒരു പഴയ മുണ്ടോ അല്ലെങ്കിൽ പഴയ തുണിയോ മതി. നമുക്കിങ്ങനെ 1, 2, 3 ലെയർ ചെയ്താൽ മതിയാവും. 3, 4 ലെയർ ചെയ്താൽ. ഞാനിപ്പോൾ 3 ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ചെറിയ പീസുകൾ ഗ്യാപ്പ് വരാതെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല മാത്രമേ വെള്ളമൊക്കെ നിൽക്കുകയുള്ളൂ കറക്റ്റായിട്ട്. നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 1-2 ദിവസം ഉണങ്ങാൻ വെക്കണം. കറക്റ്റ് എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. ഒരു 2 ദിവസം ഉണങ്ങിയാൽ മതിയാവും. ഇനി നമുക്കിതിന് സൈഡിൽ ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതുപോലെ സിമെൻറ്റ് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇത് കുറച്ചുകൂടി ടൈറ്റ് വേണം. വെള്ളത്തിൻ്റെ അംശം വളരെ കുറച്ച് മതി. നമുക്ക് ഈ ഒരു ടൈറ്റിൽ നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇതുപോലെ കുഴച്ചെടുക്കണം. നമുക്കൊരു ഇലയുടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അധികം നമുക്ക് തിക്നെസ് വേണ്ട, തിക്നെസ് കുറഞ്ഞിട്ട് മതി. ഇനി നമുക്കൊരു ഇതുപോലത്തെ ഇല ആവശ്യമുണ്ട്. നമുക്ക് ഈ ഡിസൈൻ ഇതിൽ പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമുക്കിത് കെട്ടി വെക്കാനുള്ള നമ്മുടെ ഞെട്ടിന് വേണ്ടി ഇതുപോലൊരു കമ്പി കഷ്ണം നമുക്കിത് സെറ്റ് ചെയ്യണം ആദ്യം തന്നെ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ പ്രസ്സാക്കുക. അപ്പോൾ നമുക്കിത് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും. അതിനു മുമ്പ് നമുക്ക് സൈഡിലുള്ള ഈ ഭാഗങ്ങൾ ഈ അധികം വന്ന് സിമെൻറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിങ്ങനെ 1, 2, 3 ഇലകൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത സാധനം ഇപ്പം 3 ദിവസം ഉണങ്ങി. ഇനി നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്, സെറ്റായോ നോക്കാം. പതിയെ നോക്കി. ഇതിൽ വെയിറ്റ് ഒന്നുമില്ല. ടോട്ടൽ ആകിയത് എല്ലാം പണിത് കഴിഞ്ഞാൽ 5 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ.
കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഡിസൈൻ ഉണ്ടാവും. സൈഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ രണ്ടാമത്. പിന്നെ നമുക്ക് മുമ്പ് ചെയ്ത് വെച്ചാൽ ഈ ഇല എങ്ങനെയുണ്ട് നോക്കാവുന്നതുണ്ട്. ഇത് അതേ ഡിസൈൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു ലീഫ് പൊട്ടിപ്പോയിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത് സിമെൻറ്റ് ചെയ്തത്. തുണി വെച്ച് തുടച്ചത് ഇതുപോലെ അതിൻ്റെ ഒറിജിനൽ ഇലയുടെ ഇതൊക്കെ പോകും. അതിനോട് അതേ ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കൈപ്പിടി കൂടി നമുക്ക് വേണം. അത് നമുക്ക് ഇതുപോലെ കറുത്ത ഹോസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ കൈപ്പിടിയുടെ മുകളിൽ നിന്ന് നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഈ ഒരു പൈപ്പ് എടുക്കാം. അതിന് നമുക്ക് ഒരു സൈഡിൻ്റെ ഈ അടച്ചു കൊടുക്കാനുണ്ട്. അത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സീൽ ചെയ്തെടുക്കാം. ഞാൻ പ്ലെയർ വെച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ സെറ്റായിക്കോളും. ഇനിയിപ്പോൾ നമ്മളെടുത്ത ഹോസ് നമുക്കിതിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൈപ്പിടിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് കെട്ടിയിടാം. ചെറിയൊരു നൂല് വെച്ചോ, ഞാൻ തുണിയുടെ പീസ് വെച്ചിട്ടാണ് ഞാൻ കെട്ടിയിടുന്നത്. ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാം. ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫുൾ കെട്ടിയതിന് ശേഷം നമുക്കൊരു ചെറിയൊരു കമ്പി ഇത് ചൂടാക്കിയതിന് ശേഷം ഇതിന് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. ആ വെള്ളം നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഒരു വാട്ടർ ഫാൾ പോലെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, വെള്ളച്ചാട്ടം പോലെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതും സാധാരണ ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ തുണിയിൽ സിമെൻറ്റ് മുക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് സെറ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഈ സൈഡൊക്കെ, ഈ ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ ഈ സൈഡൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ തുണി ചുറ്റുന്ന സമയത്ത് നമ്മൾ ആ ഹോളിട്ട വശം ഒഴിവാക്കണം. ഹോളിട്ട വശം ഒഴിവാക്കിയിട്ട് മാത്രമേ നമ്മൾ ചുറ്റാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. 2 ദിവസം നമുക്ക് ഉണങ്ങണം. ശരിക്കും ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഇതെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1-2 ദിവസം എടുത്തു. നമ്മൾ ഈ ഒരു ലീഫ് പൊട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അതിന് പുറകിൽ നമ്മൾ സെറ്റ് ചെയ്യാം. പക്ഷേ ഇതുപോലെ ഈ ഒരു ഡിസൈനാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് നമുക്ക് ആദ്യം കുറച്ച് സിമെൻറ്റ് നമുക്ക് ഇതിൻ്റെ കൈപ്പിടി തേച്ച് കൊടുക്കാം. ഇതുപോലെ തേച്ച് കൊടുക്കാം. നല്ലപോലെ സിമെൻറ്റ് ഉപയോഗം നോക്കണം. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. എൻ്റെ കൈ കുറച്ച് പൊള്ളിപ്പോയിട്ടുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വാസലിൻ ആദ്യം പുരട്ടി കൊടുത്താൽ മതി. നമ്മളിങ്ങനത്തെ വർക്ക് സിമെൻറ്റിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ. സിമെൻറ്റിൻ്റെ വർക്ക് അധികം ചെയ്യാത്തതുകൊണ്ട് തന്നെ കൈ പൊള്ളിപ്പോയി. ആദ്യം നമ്മൾ ഈ പൊട്ടിയ ഈ ലീഫ് ആദ്യം സെറ്റ് ചെയ്യുക അതിൻ്റെ പുറകിൽ. അതിനുശേഷം നമുക്ക് 2 മുമ്പിൽ കാണാം. അപ്പോൾ പൊട്ടിയ ഭാഗം നമുക്ക് വിഷയമില്ല. നമ്മൾ ആദ്യം ലീഫാക്കിയ സമയത്ത് വേറൊരു ഫ്ലവർ കൂടി ആക്കിയിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മൾ ചെയ്തത്. അത് സാധാരണ ചെറിയൊരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിയുള്ള തുണി കീറിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ചുറ്റിയെടുത്താൽ മതി. അത് കാണിക്കാൻ പറ്റിയില്ല. അത് വീഡിയോയിൽ വന്നില്ല. നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ സിമെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പിടിക്കും. ഏകദേശം ഒരാഴ്ച കൊണ്ടാണ് ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്. ചില ഇതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ രാത്രിയിൽ കൂടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2 പൂക്കൾ നമുക്ക് മുകളിലൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ഇലയും അപ്പോൾ 4 പൂക്കളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണങ്ങാൻ ആദ്യം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാസ്ക്കറ്റിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്കും പൂക്കൾക്കും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഓരോരോ കളറായിട്ട്. അതുപോലെ ബാസ്ക്കറ്റിന് ഒരു ക്രീം കളറാണ് കൊടുക്കുന്നത്.
ഇത് ചെയ്തതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം വെക്കണം, എന്നാലും കറക്റ്റായി സെറ്റായി നിൽക്കുള്ളൂ, സിമെൻ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൈപ്പിടിയിൽ ഒരു വള്ളി കൂടി നമ്മൾ പിടിപ്പിക്കണം. ഇത് മണി പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ മണ്ണൊന്നും വേണമെന്നില്ല. നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് തന്നെ ആ വെള്ളം വലിച്ച് ജീവിച്ചോളും. പിന്നെ ഒരു കാരണവശാലും ഇത് പണിത് കഴിഞ്ഞ പാടെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ മീനുകൾ ഇടാൻ പാടില്ല. മീനുകളിട്ട മീൻ ചത്തു. 2-3 ദിവസം കഴിഞ്ഞ ശേഷം മാത്രം ഇടുക. മീനുകൾ നിർബന്ധമായി ഇടണം, ഇല്ലെങ്കിൽ കൊതുകും കൂത്താടികളൊക്കെ വരും. അപ്പോൾ ഓരോരോ വള്ളി വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ മണി പ്ലാന്റ് മാത്രമേ കെട്ടിക്കുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും വള്ളിച്ചെടികൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം, കുറച്ചുകൂടി ഭംഗി കിട്ടും. ഇനി നമുക്ക് ഇതുപോലൊരു അക്വേറിയം ഇൻറ്റേർണൽ വാട്ടർ ഫിൽറ്റർ എന്നൊരു സംഭവമുണ്ട്. ഈ ഒരു മോട്ടർ വാങ്ങാൻ കിട്ടും, 10-400 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൈപ്പിടി നമുക്ക് വെള്ളച്ചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്ത മോട്ടർ കൂടി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് മണി പ്ലാന്റ് കൂടാതെ കുറച്ച് ആമ്പലിൻ്റെ തൈയും അതുപോലെ തന്നെ ആഫ്രിക്കൻ പായലിൻ്റെ കുറച്ച് തൈകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഇത് കാണുന്ന നിങ്ങൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തത്. ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ചെയ്യേണ്ട സാധനങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.